ഇന്ന് യോഗട്ട് കൊണ്ടുള്ള ഒരു ഈസി ഡെസേർട്ട് കാണാം കേട്ടോ. ഇത് ഗ്രീക്ക് യോഗട്ടാണ്. ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ അഗർ എടുത്താൽ മതി. അപ്പോൾ അത് ഒരു 10 ഗ്രാം അല്ലെങ്കിൽ ഒരു 5 ഗ്രാം നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം. ആ നേരം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ യോഗട്ട് 2 കണ്ടെയ്നറിലേയും ഇടണം. അപ്പോൾ ഒരു കണ്ടെയ്നറിലെ യോഗട്ട് 100 ഗ്രാമാണ്. അപ്പോൾ 2 ആകുമ്പോൾ 200 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. അത് നമ്മുടെ മധുരത്തിന് അനുസരിച്ച് നമുക്കെടുക്കാം. ഞാൻ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് കണക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ലിക്വിഡാക്കി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ചൂടോടെ ഒഴിക്കരുത്, തണുത്തതിന് ശേഷം ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഇത് കണക്ക് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഏതിലോട്ടാണ് ഒഴിക്കുന്ന ആ മോൾഡിൽ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. കുഴപ്പമില്ല തേച്ചില്ലെങ്കിൽ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ബേക്ക് ചെയ്താണ് എടുക്കേണ്ടത്. ഒന്ന് ആവി കയറ്റണം. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അവനുണ്ടെങ്കിൽ അതിലോട്ട് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കുക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേ കണക്കൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. പക്ഷേ അതിൻ്റെ വെയിറ്റ് വെക്കരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് വെച്ച് നന്നായിട്ട് അതിനെ ഒന്ന് ബേക്ക് ചെയ്യണം. എനിക്ക് 2 മോൾഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രണ്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിൽ ഫ്രിഡ്ജിൽ വെച്ച് ഞാനൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ? അപ്പം നമുക്കിനി ഇതിനെ ഒന്ന് തട്ടിയിട്ട് നോക്കാം കേട്ടോ. തട്ടിയിടുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഗ്രീക്ക് യോഗട്ട് തന്നെ വേണമെന്നില്ല, ഏത് യോഗട്ടായാലും മതി. പക്ഷേ നല്ല തിക്കായിട്ടുള്ള യോഗട്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് ആ ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പിസ്താഷ്യം, നമ്മുടെ റോസിൻ്റെ പെഡൽസ് ഇല്ലേ, അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ടാണ് ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ.